രോഹിണി ആത്മാഭിമാനം സംരക്ഷിക്കുന്നതിൽ വിജയിക്കും. പ്രവർത്തനത്തിൽ ഏകാഗ്രത പുലർത്തുന്നതാണ്. തടസ്സങ്ങൾ കണ്ട് പിന്മാറുന്ന കൂട്ടരല്ല. അവയെ മറികടക്കാൻ പോംവഴി കണ്ടെത്തുന്നതാണ്. ശാസ്ത്രവിഷയങ്ങളിലും കലകളോടെന്ന പോലെ ആഭിമുഖ്യമേറും. പ്രായോഗിക ചിന്ത ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതാണ്. ബിസിനസ്സിൽ കൂടുതൽ പണം മുടക്കുന്നത് ആശ്വാസമാവാൻ സാധ്യതയില്ല. എന്നാൽ ക്രിയാത്മക ഭാവനയും ന്യൂനതാശയവും വിൽക്കുവാൻ സാധിക്കും. നിക്ഷേപങ്ങളിൽ നിന്നുമുള്ള ആദായം അത്യാവശ്യങ്ങൾക്ക് ഉതകുവാനുള്ള സാധ്യത കാണുന്നു. പക്ഷേ ഗാർഹിക ജീവിതം മാസത്തിൻ്റെ രണ്ടാം പകുതി മുതൽ അത്ര സന്തുഷ്ടമാവാനുള്ള സാധ്യത കാണുന്നില്ല. പാർട്ട്ണർഷിപ്പ് സംരംഭങ്ങളിലും പ്രതിസന്ധി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുമായി പൊരുത്തപ്പെടുക അത്ര എളുപ്പമാവില്ല. യാത്രകൾ ക്ലേശകരമാവാനുള്ള സാധ്യതയും കാണുന്നു. മകേര്യം സ്വന്തം പരിമിതികൾ പലതും സ്വയം ബോധ്യമാകും. അവ പരിഹരിക്കാൻ ഭാഗിക ശ്രമമുണ്ടായേക്കാം. കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ എന്ന പഴമൊഴി ചിലപ്പോൾ ഓർമ്മിക്കേണ്ടതായി വരും. തീരുമാനങ്ങളെടുക്കാൻ നന്നേ ബുദ്ധിമുട്ടും. അവ പ്രാവർത്തികമാക്കുക എന്നത് ഏറ്റവും വലിയ വെല്ലുവിളിയായിരിക്കും. വാക്കുകൾക്ക് ഉദ്ദേശിക്കാതെ തന്നെ പൗരുഷ്യമേറും. ശത്രുക്കൾ തന്മൂലം അധികരിക്കാം. ഇതൊക്കെയാവും മിഥുനക്കൂറുകാരുടെ സാമാന്യമായ അനുഭവങ്ങൾ. ഇടവക്കൂറുകാരായ മകേര്യം നാളുകാർക്ക് കാര്യനിർവഹണത്തിൽ അല്പം കൂടി സുമുഖത പ്രതീക്ഷിക്കാം. വ്യക്തത തീരുമാനത്തിലുണ്ടാകും. ഉദ്യോഗപൂർവം മുന്നേറ്റത്തിൻ്റെ പാതയിലായിരിക്കും. നവസംരംഭങ്ങൾ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നതാണ്. കുടുംബസൗഖ്യം ഇതിൻ്റെ വിജയഘടകമായി പ്രവർത്തിക്കും. ധനവരവിൽ തടസ്സങ്ങളൊന്നും കാണുന്നില്ല. മാസത്തിൻ്റെ രണ്ടാം പകുതിക്ക് മേന്മ കുറയും. തിരുവാതിര വിവിധങ്ങളായ പ്രവൃത്തികളിൽ താൽപ്പര്യമേറുന്നതാണ്. ജീവിതം എന്ന് പറയുന്നത് സമയവുമായിട്ടുള്ള മത്സരമാണെന്ന് പോലും തോന്നിപ്പോകുന്ന അവസ്ഥ. എന്നാൽ അർഹതയ്ക്കനുസരിച്ചുള്ള പ്രതിഫലം കിട്ടിക്കൊള്ളണമെന്നുമില്ല. അനർഹർ സ്ഥാനമാനങ്ങൾ നേടുന്നതിൽ കടുത്ത നൈരാശ്യമുണ്ടാവും. സാമ്പത്തികമായി തരക്കേടില്ലാത്ത കാലമാണ് വരാനിരിക്കുന്നത്. നിക്ഷേപങ്ങളിൽ കരുതൽ വേണം. മക്കളുടെ ജോലിക്കാര്യത്തിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ടാകും. പണയവസ്തുക്കൾ തിരിച്ചെടുക്കാനാകും. രാഷ്ട്രീയ കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നത് ശത്രുക്കളെ സൃഷ്ടിച്ചേക്കും. കൃഷികാര്യങ്ങളിൽ ശ്രദ്ധ തോന്നും. വയോജനങ്ങൾക്ക് അന്യദേശത്തുള്ള മക്കളുടെ വീട്ടിലേക്ക് മാറി താമസിക്കേണ്ടതായി വരാനിടയുണ്ട്. മടങ്ങിപ്പോയ വഴിപാടുകൾ നടത്തും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ താൽപ്പര്യം ഉണ്ടാകാനും സാധ്യതയുണ്ട്. പുണർദം ജന്മനക്ഷത്രത്തിൽ നിന്നും ചൊവ്വ മാറിയത് ആശ്വാസമാണ്. കാര്യതടസ്സം നീങ്ങും. സമചിത്തതയോടെ തീരുമാനങ്ങൾ കൈക്കൊള്ളാനും പ്രവൃത്തികളിൽ ഏർപ്പെടാനും സാധിക്കും. സ്വതന്ത്രമായി ബിസിനസ്സിൽ ഏർപ്പെടുന്നവർക്ക് ഒരുവിധം മുന്നോട്ട് നീങ്ങുവാൻ കഴിയുന്നതാണ്. അല്പമായ സാമ്പത്തിക സമ്മർദ്ദം നേരിടുവാനുള്ള സാധ്യതയുണ്ട്. പുതുതലമുറയുടെ വികാരവിചാരങ്ങൾ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പ്രൊജക്റ്റുകൾ പൂർത്തിയാക്കാനാവും. മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ, ചികിത്സ ഇവയിൽ ശ്രദ്ധ പുലർത്തും. ഗൃഹനവീകരണം പോലുള്ള കാര്യങ്ങൾ പിന്നിടത്തേക്ക് മാറ്റിവെക്കാനാണ് സാധ്യത കാണുന്നത്. ആഡംബരമെന്നു തോന്നുന്ന ജീവിത ചെലവുകൾ പങ്കാളിയുടെ സമ്മതത്തോടുകൂടി വെട്ടിച്ചുരുക്കാനുള്ള സാധ്യതയും കാണുന്നു. തീർത്ഥാടനങ്ങളിലൂടെ മനസ്സമാധാനം വീണ്ടെടുക്കാൻ സാധിക്കും. പൂയം നക്ഷത്രം ആദിത്യൻ 4ഉം 5ഉം ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു. ജന്മരാശിയിൽ ജന്മനക്ഷത്രത്തിൽ ചൊവ്വ തുടരുന്നുമുണ്ട്. 11ലെ വ്യാഴം ആശ്വാസപ്രദമാണ്. ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ആവർത്തിത ശ്രമങ്ങൾ അനിവാര്യമാണ്. ശോഭിക്കുന്ന ശീലം വർദ്ധിച്ചേക്കും. മേലുദ്യോഗസ്ഥർ ഒപ്പമുള്ളവരുടെ ഉപജാപങ്ങളെ വിശ്വസിക്കുകയാൽ അനിഷ്ടം പ്രകടിപ്പിക്കും. കൂടുതൽ സമയം തൊഴിലിടത്തിൽ ചിലവഴിക്കേണ്ടി വരുന്നതാണ്. കുടുംബകാര്യങ്ങളിൽ ജീവിത പങ്കാളിയുടെ ഉപദേശം സ്വീകരിക്കും. ഗൃഹനിർമ്മാണം പതുക്കെയാകും. മകന് വാഹനമോടിക്കുവാൻ നിർബന്ധിതരാവും. ചെറുപ്പക്കാർ
സാമൂഹ്യ മാധ്യമങ്ങളെ ആശ്രയിച്ചുള്ള തൊഴിലുകൾ പരീക്ഷണം നടത്തും. ശാസ്ത്രജ്ഞരുടെ നിഗമനങ്ങളും പരീക്ഷണങ്ങളും അംഗീകരിക്കപ്പെടും. ആയില്യം കൂടുതൽ പ്രവർത്തിക്കേണ്ടി വരുന്ന സാഹചര്യമാണ്. ഫലം അതിനനുസരിച്ച് ഉണ്ടാവുകയുമില്ല. ആദി പല കാര്യങ്ങളെ ചൊല്ലി വന്നു ചേരും. മുഖം നോക്കാതെയുള്ള വാക്കുകൾ ശത്രുക്കളെ സൃഷ്ടിക്കും. മകനും പിതാവും തമ്മിലുള്ള ഇണക്കം കുറയാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ്സിൽ നിശ്ചയദാർഢ്യം പ്രകടിപ്പിക്കും. ഏജൻസിയും കമ്മീഷൻ പോലുള്ള വ്യാപാരം മെച്ചപ്പെടുന്നതാണ്. കരാർ പണികളിൽ നിന്നും ആദായം മോശമാവില്ല. ഉന്നതരുടെ ഇടപെടൽ പ്രതീക്ഷിക്കുമെങ്കിലും ഫലപ്രദമുണ്ടാവില്ല. വാഗ്ദാന പാലനം ക്ലേശകരമാവും. വസ്തുതർക്കത്തിൽ സ്വന്തക്കാർ മറുചേരിയിൽ നിലയുറപ്പിച്ചിരിക്കും. വാഹനം മാറ്റി വാങ്ങേണ്ടി വരും. ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണി നീളുന്നതായിരിക്കും. ഉദരരോഗങ്ങൾ വിഷമിപ്പിക്കാനുള്ള സാധ്യത കാണുന്നു. സമാന ചിന്താഗതിക്കാരുമായി ചേർന്ന് കലാസമിതി രൂപീകരിക്കാൻ മുൻകൈയെടുക്കും. അടുത്തതായി മകം. ആദിത്യൻ മുന്നിലും നാലിലുമായി സഞ്ചരിക്കുകയാൽ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഉദ്യോഗപുഷ്ടി ഇവ പ്രതീക്ഷിക്കാം. മേലുദ്യോഗസ്ഥരുടെ പ്രീതി നേടുവാനുള്ള സാധ്യത കാണുന്നു. സഹായിക്കാനും പിന്തുണയ്ക്കാനും പലരും ഉണ്ടാകും. സ്ഥലമാറ്റത്തിൽ അനുകൂലമായ വാർത്ത നേരിടാൻ ഇടയുണ്ട്. ശനിയുടെ 7ാം ഭാവസഞ്ചാരം ദാമ്പത്യത്തിൽ ക്ലേശകരങ്ങൾ സൃഷ്ടിച്ചേക്കാം. പ്രണയികൾക്ക് സമ്മിശ്രാനുഭവങ്ങൾ വരുന്നതായിട്ടാണ് കാണുന്നത്. ചൊവ്വ 12ാം ഭാവത്തിലുള്ളതിനാൽ ഭൂമി സംബന്ധമായ വ്യവഹാരങ്ങൾക്ക് സാധ്യത തള്ളിക്കളയാനാവില്ല. അന്യനാട്ടിൽ ഉപരിപഠനത്തിന് പോകാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയേക്കാം. സഹോദരങ്ങൾ വഴി സന്തോഷങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതയും കാണുന്നു. തീർത്ഥയാത്രകൾക്ക് അവസരം ലഭിക്കും. പൂരം സഹായഭാവത്തിന് പുഷ്ടിയുള്ളതിനാൽ പരിശ്രമങ്ങൾക്ക് നല്ല ഫലപ്രാപ്തി ഉണ്ടാകും. തേടി നടന്ന കാര്യങ്ങൾ സ്വാഭാവികമായി കൈവശമെത്തും. നിന്ദിച്ചവർ അഭിനന്ദിച്ചേക്കും. എങ്കിലും അമിതമായ ആത്മവിശ്വാസം ഗുണം ചെയ്തേക്കില്ല. അധികാരികൾ ഏൽപ്പിക്കുന്ന ദൗത്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നതാണ്. പുതിയ തൊഴിലിനുള്ള യത്നങ്ങൾ മനസ്സുമടിച്ച് നിർത്തേണ്ട കാര്യമില്ല. ഗൃഹത്തിൽ കുറച്ച് ആഡംബര ചെലവുകൾ വരാനുള്ള സാധ്യതയുണ്ട്. വിലയേറിയ ആടയാഭരണങ്ങൾ വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. കൗമാരക്കാരുടെ കലാപരമായ കഴിവുകൾ വികസിക്കാനും കൂടുതൽ പഠിക്കുവാനുമുള്ള അവസരം സംജാതമാകും. 12ൽ ചൊവ്വ സഞ്ചരിക്കുന്നത് ആശ്വാസമല്ല. കടബാധ്യത, യാത്രാക്ലേശം, പാഴ്ചെലവുകൾ ഇവ വന്നുചേരാനുള്ള സാധ്യതകൾ ഉണ്ട്. ഉത്രം ഉന്നമനമുണ്ടാവാൻ വഴിതെളിയും. ആലസ്യമകറ്റി പ്രയത്നിക്കുവാൻ മനസ്സുണ്ടായാൽ വിജയിക്കാനാവും. അധികാരികളുടെ പിന്തുണ ലഭിച്ചേക്കും. സർക്കാരിൽ നിന്നുമുള്ള അനുമതി കിട്ടുന്നതായിരിക്കും. ശുപാർശകൾ ഫലിക്കുവാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ തേടുന്നവർക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി കൈവരിക്കും. ചിങ്ങക്കൂറുകാർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതിയും കന്നിക്കൂറുകാർക്ക് മാസത്തിൻ്റെ 2ാം പകുതിയും അനുകൂലമായിരിക്കും. സാമ്പത്തിക തടസ്സം നീങ്ങുന്നു. കലാസാഹിത്യ പ്രവർത്തനം സുഗമമായി മുന്നോട്ടു പോകും. മക്കളുടെ പഠനത്തിലെ ഉത്കണ്ഠയും അകലും. ബന്ധുഗൃഹത്തിലെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള സാധ്യത കാണുന്നു. സുഹൃത്തുക്കളുമായുള്ള കലഹങ്ങളിൽ ആരുടെയും പക്ഷം പിടിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഭൂമി സംബന്ധിച്ച വ്യവഹാരം രാജിയാവുന്നതാണ്. സഹോദരങ്ങളുടെ വാക്കുകളിൽ വിശ്വാസം അർപ്പിക്കണം.